ഹായ് ഗൈസ്, ഹാരിസ് ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങള് പെരുന്നാൾ പ്രമാണിച്ചിട്ട് അല്ലേ കടലിൽ കുളിക്കാൻ പോവാണ്. നമ്മളിപ്പോ പോകുന്ന ബീച്ചിന്റെ പേര് എനിക്കുണ്ട് ബീച്ചിന്റെ പേരറിയില്ല. എന്തായാലും ദുഃഖാന്റെ ഒരു സൈഡിലോട്ടാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. ദുഃഖാനിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു ആപത്തുമില്ലാതെ അവിടെ എത്താണെങ്കിൽ അടുത്ത രീതിയിലുണ്ടാവും. ഞങ്ങളുടെ കൂടെ ബാഹുലേൻ സോറി നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ അനിക്കുട്ടനുണ്ട്. പിന്നെ അനിയന്മാരും അളിയന്മാരുമായിട്ട് 3 പേര് പുറകിലുണ്ട്. അതെ, വികൃതി കുട്ടന്മാരാണ്, കാര്യമാക്കണ്ട. അതിന്റെയും പുറകിൽ കുറച്ച് സാധനങ്ങളുണ്ട്. യെസ്, ഞങ്ങളൊരു വലിയ ലോഡായിട്ട് തന്നെ അവിടുന്ന് പോവാണ്. എന്തായാലും നമുക്ക് വൈകാതെ കാണാം എല്ലാം. ഓക്കെ, എന്തുകൂടെ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാ ഒന്നും ബാക്കി വെച്ചില്ല. ആയോ പിസ കഴിക്കുകയാണ്. നമ്മള് എക്സിറ്റ് 29 അങ്ങനെയും പറയാം അല്ലേ? അങ്ങനെ പറയാവൂ. അൽമാജിദ് റോഡ് കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത്. അത് കയറിയാ പോകുന്നത്. ശരിക്കും നമ്മുടെ നാട്ടില് ശരിക്കും ഇതുപോലത്തെ റോഡൊക്കെ വേണം അല്ലേ? സക്കാമ ഡ്രൈവർ പുഷ്പൻ അതിമനോഹരമായ വളവുകളാണ് വിളയ്ക്കുന്നത്. അതെ, അയാൾ നല്ല വളപ്പുകാരനാണ്. നമ്മുടെ കണ്ണിനോളം പവറുള്ള ഒന്നുമില്ലടാ. വെള്ള, പച്ച, ചുമല, ഇളം പച്ച, മഞ്ഞ, എന്താ കളർഫുൾ. ഒന്ന് ചുമ്മാരുടെ നോട്ട്. ചുമല, മജന്ത, എല്ലാ കളറും ഉള്ള ബിൽഡിങ്ങാണ്. മലപ്പുറത്തോളെ എന്ത് അങ്ങനെ നമ്മള് മരുഭൂമി കൂടെ പോവാണ് ഖത്തറിന്റെ അല്ലേ? അതെ. ഏതാ സ്ഥലം? ദുഃഖാൻ നോർത്ത് ബീച്ച്. ഇന്ന് പൊളിക്കും ഗൈസ്. ചുറ്റും മരുഭൂമി, നടുവിലൂടെ ഒരു റോഡ്. ലുസേൽ വെസ്റ്റ്. ഖത്തറിന്റെ അതിമനോഹരമായ റോഡാണ് ദുഃഖാൻ റോഡ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുഃഖാൻ നോർത്ത് റോഡാണ്. വളരെ സുന്ദരമായ ഒരു പ്രദേശമാണ്. ഇരു സൈഡിലും മരുഭൂമി, നേരെ കണ്ണെത്താ ദൂരം വരെ റോഡ്. കൈ ഇവിടെ പിടിക്കൂടാ, ഇതാ അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിച്ചു. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ ദുരൂഹമേറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വഴി കൂടിയാണിത്. ഓ റാസി, അത് മരുഭൂമി. ആ കാണുന്നത് മരുഭൂമി, അതിനപ്പുറത്ത് കടല്. അത് ഒറിജിനൽ. ഒട്ടകങ്ങൾ വിഹരിക്കുന്ന മരുഭൂമി മസറയാണ്. കാരക്ക മരങ്ങൾ നിരയായി, ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. അറിയാത്തെന്താ? നേരത്തെ പറഞ്ഞു ഒരു മറ്റേക്ക് മാറ്റിക്കോ ഗൈസ്. അങ്ങനെ ഡിസേർട്ടിലേക്ക് നമ്മൾ അതിക്രൂരമായ ഡിസേർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂരമൊന്നുമില്ല, അത് ചുമ്മാ പറഞ്ഞാണ്. ഒട്ടകങ്ങൾ ഒരുപാട് വണ്ടിയിൽ ഇറങ്ങിയാലോ, ഒന്ന് നടന്നാലോ? ഒരുപാട് ഒട്ടകങ്ങൾ വണ്ടി പാർക്കി ഒരു കുഴപ്പമില്ല. അതിന്റെ അടുത്ത് അല്ലേലും പോകാൻ പറ്റൂല. ഫെൻസിംഗ് നോക്കടാ, ഇത് മൊത്തം അവിടെ ഒരു ഓപ്പൺ ഉണ്ട്, വണ്ടി കയറുന്നു.
ഒട്ടകങ്ങളെ കണ്ട സന്തോഷത്തിൽ അത് വരും. പായിസ്, യഹിയ, അനിക്കുട്ടൻ, റാസി. വാവ്, ദുഃഖാൻ നോർത്ത് റോഡിൽ പോകുന്ന വഴിയാണ്. ഒട്ടകക്കൂട്ടങ്ങളെയാണ് പായിസ് സൂം ചെയ്തെടുക്കുന്നത്. അതിമനോഹരമായ മരുഭൂമിയാണ് ദാ ഈ കാണുന്നത്. ഈ പ്രദേശം മൊത്തം മരുഭൂമിയാണ്. അത്യാവശ്യം ആൾവാസമൊക്കെ ഉള്ള സ്ഥലമാണ്, ഡെസേർട്ട് ഏരിയയാണ്. എന്തു പറയുന്നു? ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. ആഹാ, പായിസ് എന്ത് തോന്നുന്നു? ഞങ്ങളുടെ സ്വന്തം വീഡിയോ എടുക്കുന്ന റാസി. അടുത്തടുത്ത് പോവാ. വാവ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ബൈ 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 ഡിസേർട്ട്. മരുഭൂമി കണ്ടിട്ടില്ലാത്തവര് മരുഭൂമി കണ്ടോളൂ. റോഡിലൊക്കെ ഇറങ്ങി കിടക്കുക. വണ്ടി ഓടിച്ചിരിക്കുന്ന കേറി ഇറങ്ങിയ റോഡുകൾ, അതാണ് ഖത്തറിന്റെ മനോഹാരിത. കുറച്ച് വണ്ടിയുള്ളൂ അല്ലേ? വളരെ കുറച്ച് വണ്ടികളല്ലേ? ആദ്യത്തെ അപ്പുറത്തെ റോഡിൽ കൂടെയാണ് ഭയങ്കര തിരക്കായിരുന്നു. ഉംബാബ് 28 കിലോമീറ്റർ, ജലൈഹ 21 കിലോമീറ്റർ. ഇപ്പൊ വരും, ആ ഹൈറ്റ് ഇപ്പൊ വരും. കണ്ണെത്താ ദൂരം വരെ റോഡ്, ഇരു സൈഡിലും മരുഭൂമി. ഇന്ന് പൊളിക്കും നമ്മള് ഗൈസ്. നോർമൽ എടുത്താൽ മതി, ഇനി ഇടാൻ പാടായിരിക്കുമല്ലേ? അടിച്ചാൻ പാടാ. അങ്ങനെ ദുഃഖാന്റെ നമ്മള് എന്താ നാട്ടിലെ പോലെയുള്ള അങ്ങോട്ടാണ് പോകുന്നത് നമ്മള്. ഖത്തറിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടല്ല, അത് ആ വഴി പോവും, ആ വഴി വണ്ടി പോവും. വള കാണിച്ചിരുന്ന വഴി നോക്കും. ദുഃഖാൻ നോർത്തിലുള്ള ബീച്ചാണ്. എന്തൊക്കെ ആയിരുന്നു. യഹിയ അത്ര പൊക്കി പിടിക്കല്ലേ, അല്ല താഴ്ത്തി പിടിക്കല്ലേ, ഇടയ്ക്കൊന്ന് അണച്ചുള്ളത്. എന്താ നമ്മുടെ പരിപാടി? ഇതിനകത്തുള്ളതാണ്. മൈ ഗുഡ്നസ്, എന്തല്ല ഇത്? കൊഞ്ചാണെന്ന് മനസ്സിലായി. അത് ഇപ്പോൾ വയ്ക്കണോ? ആ പുറത്തങ്ങ് വെച്ചോ, അടിക്കടിക്ക് വെച്ചോ. പെപ്സി നിരത്തുകയാണ് അനിക്കുട്ടൻ. നേരം 4:30 മണിയായി. ഒന്നുകൂടെ അടിക്കോട്ടെ. അടുക്കാനല്ലേ ഇനി എടുക്കണ്ടേ? ഇത് കാണിക്ക്, ഇവിടെ കാണിക്ക്. ഇതെന്താണ്? ഓ, മീനാണ് ഗായ്സ്. പൊളിക്കും. വാ, ഫസ്റ്റ് ബോക്സ്. ഓക്കെ, അതവിടെ ഇരുന്നു മണ്ടയിലാക്കാം. അടി നിൽക്കിട്ട് മണ്ടയിലാക്കണ്ടേ? ഓക്കെ, അതെന്താണ്? അടുത്ത ബോക്സ് ഡിഷ്. വാ, ഇതിന്ന് തന്നെ അടിപൊളി. അപ്പം ആ കാര്യത്തിൽ തീരുമാനമായി. കുഴപ്പമില്ല, അടുത്ത അടി നടി നട്. ഇതിലുള്ളതല്ല. ഓക്കെ,
കൊഞ്ചാണ്. മസാല വേറെ ഉണ്ട് നമ്മളെ കുഴപ്പമില്ല. അടുത്തത് അട്ടിക്കട്ടിക്ക് വെച്ചേക്കാ കൊച്ച് കള. അതാ കുറച്ചത് ഓഫ് ചെയ്യണം ആദ്യം. കാര്യം എന്താ കയ്യിലിരുന്നാൽ ഫ്രാക്ചർ ആവും ചിലപ്പം. ഓഫായി വാ. വീണ്ടും കൊഞ്ച്. ഇതാണ് മെയിൻ സാധനം. എന്തുവാടാ അത്? എന്താ മീനത്? ഫുള്ള് വെള്ളമായി. എന്തായാലും ഞങ്ങൾക്കുള്ള കനൽ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റല്ലേ? തണുപ്പിൽ അങ്ങനെ മൊത്തം വെള്ളം വയ്ക്കല്ലേ? ഒരു 8-10 വെച്ചാൽ അപ്പോൾ പോയി വെള്ളം ഊന്ന് പോയി. അന്ന് വെള്ളം ലീക്കായി. ഗൈസ്, ഫുട്ബോളോ വോളിബോളോ ഇഷ്ടപ്പെട്ടത് കളിക്കാം, ഒരു കുഴപ്പമില്ല ഇവിടെ. അങ്ങനെ എല്ലാം ഉണ്ട്. അനിക്കുട്ടൻ കനൽ കൊട്ടുന്നു. ടെൻറ്റ് കെട്ടണ്ടേ? ആഹാ. അങ്ങനെ നമ്മൾ ടെൻറ്റ് കെട്ടാനുള്ള പരിപാടിയാണ്. വാവ്, വാവ്, ഗ്രേറ്റ്. കല്യാണപ്പന്തല് നമ്മളിടുകയാണ്. ഫായിസ് ആരോഗ്യമില്ലാത്തവനാണെന്ന് കണിയിച്ചു. പിന്നെന്താ? വീഡിയോക്കാരന് നിങ്ങൾ ശല്യപ്പെടുത്തരുത്. മണ്ണടിച്ച് കണ്ണി കയറി വീണ്ടും തെളിയിക്കുകയാണ് കേസ്. ഇനി ആ താഴെ സ്വിച്ചിലേക്കിട്ട് പൊക്ക്. അതിന് ഫായിസ് തെളിയിച്ചു. സ്റ്റാൻഡ് അടിക്കണം. കല്യാണം എനിക്കിനി ഷാമിയാനെ പന്തലും കൂടെയാണ്. അനി പൊക്കിട്ട് ഇല്ല വരല. നോ വീഡിയോ കാരണം ചെന്നാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരുമാതിരി ശല്യം ചെയ്യരുത്. ഓക്കെ. ഏത് സമയത്താണ് ആ മണ്ണി കൊണ്ട് നിനക്ക് വണ്ടി ഇടാൻ തോന്നിയത്? നടുവൊക്കെ പിടിക്കുന്നു.
അതിന്റെ അടി കൂടെ കേറാ. അത് അങ്ങനെ കൊണ്ട് അകത്തോടെ കേറ്. കേറ്. യെസ്. നീ പൊക്കിടാ അടി വേണ. വലിച്ചു. ആ. രണ്ട് കല്ലുണ്ട് ഇവിടെ ഫ്രണ്ടില്. എടുത്തില്ലല്ലേ കല്ല്? കുക്കർ എടുത്തു പോയി. അപ്പുറത്തൂടാ. ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി. ഓ മൈ വണ്ടി. ചെരിപ്പിട്ട് കയറേണ്ട അത് അടിച്ചാ പിന്നെ കല്ലിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെടുത്ത് വെക്കാതെ ഈ സാധനം കുറ്റിയടി വീഡിയോ അടുത്തൊന്നും അടിയേ. അത് കുഴപ്പമില്ല. അതൊന്നും ആരും ചോദിക്കില്ല. നമ്മളാരും ഓണർ ആയിരിക്കുന്ന അവനല്ലേ, അവന് കുഴപ്പമില്ല. പൈസ ആ കല്ല് വെച്ചാൽ ആറ്റത്തിടാം. സ്ട്രോങ് ആണ്, ഇതിന് പറക്കൂല. വെറുതെ കിട്ടിരുന്നു. അവിടെ വെച്ചിരുന്നു ബേക്കി വെക്കും. നാട്ടിൽ കല്യാണ പന്തലടിച്ച് ശീലമുള്ളത് കൊണ്ട് അനിക്കുട്ടൻ ഇനി ഈ ടേബിൾ പതുക്കെ പൊക്കിനെ വണ്ടി വെക്കുക. ആരാണ് കൂട്ടത്തിൽ ആരോഗ്യവാനെന്ന് അറിയാലോ. ഘോരം പ്രസംഗിച്ച ഫായിസിനെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ കാണുകയാണ് ഗായ്സ്. അതിന് തള്ളി പുറത്തോട്ട് എത്തിരി അടുപ്പിക്കണം. അത് പോയി കോട്ടേഷ് അടിക്കാൻ എന്നെ പോയി കിട്ടുള്ളൂ. പിന്നെ കുല്ലിയോ മാനേജി റാസി കനലെവിടെ കൂട്ടാം? കനലിട്ടറാ. ഇവ ബുദ്ധിയുള്ളവനാണ്. അതാകുമ്പോ ഒറ്റ തടി മതിറാ. ഓഹോയ് കുറച്ചുകൂടെ തള്ളി വിടാ. ഒമാനി ചിപ്സ് കഴിക്കുന്ന ഫായിസ്. ഖത്തറിൽ നിന്ന് ഒമാൻ ചിപ്സ്. ഒമാൻ ചിപ്സ്. വഴി പൂക്കുറ്റി ഒഴിക്കും കുറേ. ഞങ്ങളുടെ പാചകക്കാരനും ഞങ്ങളുടെ വഴികാട്ടിയുമായ കുപ്രസിദ്ധ ഗുണ്ടയുമായ പ്യൂമ ഖാദർ. എങ്ങനെ കൊഞ്ചിനെ ഉപദ്രവിക്കാം? ആയില്ലയോ? തല അടർന്നതിന് തല വേണ്ട. കനലായ ആയി നല്ല ചൂടാണോ? തനിമുഖം യാരടി വാഴ്ക്കതാ നീയടി വാലിബത്തിനെല്ലയിൽ വാസം കൊണ്ട് മുള്ളയിൽ ഒന്നുകൂടെ പോലെ നിന്നെ തൊടുമേ. ബാക്കി പാടറാ. കൈകൾ അതിന്റെ വായടകത്തൂടെ കയറ്റി, വായല്ലല്ലോ കേസ്, അതിന്റെ പിന്നാമ്പുറത്തൂടെ കയറ്റി വിടുകയാണ് കേസ്. എല്ലാം ബുദ്ധിപൂർവ്വം ചെയ്യുകയാണ് ഖാദർ. അടുത്ത ഓരോന്നോരോന്ന് ഇപ്പം സെറ്റാക്കാം. അടുത്ത കമ്പി എടുത്ത് കുത്തറാ. ഒന്നിച്ച് വയ്ക്കായിരുന്നല്ലേ? അതൊക്കെ പുള്ളി കൊഞ്ചാണ് ഗ്യാസ്. കല്ല് 4 സെന്റ് വെക്കാത്തതിനാണ് ഇപ്പൊ പറന്നിപ്പോ മണ്ണ് വെച്ചത്. പിന്നെ മന്തിയുടെ മസാല ഉണ്ടോന്നാ? പീസ് സ്ലൈസ് ദിയാന. അത് വേണ്ട, ഇതിന് കല്ലിന്റെ മണ്ട വെച്ചാൽ കുക്കർ വെച്ചാൽ പിറന്ന് പറഞ്ഞാവും. പറ എന്തു പറ്റി? അങ്ങനെ ഞാൻ ആക്റ്റീവ് ആവേണ്ട സമയം പറയണം. ഇല്ല ഒത്തിരി ആവട്ടെ.
മറ്റേ നമ്മളെ അവിടെ നിന്ന് എടുത്ത ബ്രിക്ക് നിന്ന് എടുക്കാം. വേവാണ്ട് കൊഞ്ചക്ക